നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂക്കിന്റെ ആധിപത്യത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ നമ്മുടെ ശ്വാസത്തെയും മനസ്സിനെയും ധ്യാനപ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നു എന്നും. ആദ്യത്തെ പ്രധാന ഘടകം ശരീരത്തിന്റെ നിലപാടാണ്. ഒരു വശം ചരിഞ്ഞുകിടന്നാൽ താഴെയുള്ള നാസാരന്ധ്രം തിരക്കേറി അടഞ്ഞുപോകുകയും മുകളിലുള്ള നാസാരന്ധ്രം തുറക്കപ്പെടുകയും ചെയ്യും. അതായത് ഗുരുത്വാകർഷണം മാത്രമല്ല, നമ്മുടെ രക്തസഞ്ചാരവും നാഡീപ്രവർത്തനവും ഈ മാറ്റത്തിൽ പങ്കുവഹിക്കുന്നു. അതിനാൽ ഉറക്കിലെ പോസ്ചർ പോലും മൂക്കിലെ ശ്വാസചക്രത്തെ ബാധിക്കുന്നു. രണ്ടാമത്തെ ഘടകം വികാരങ്ങൾ. പഠനങ്ങൾ തെളിയിക്കുന്നത് ഉത്കണ്ഠ, സംഘർഷം, കുറ്റബോധം, നിരാശ എന്നിവ അനുഭവപ്പെടുമ്പോൾ മൂക്കടപ്പ് കൂടുന്നു. മറുവശത്ത് ഭയം അല്ലെങ്കിൽ പരിഭ്രാന്തി അനുഭവിക്കുമ്പോൾ മൂക്കടപ്പ് കുറയും. കാരണം ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറുമ്പോൾ വായുസഞ്ചാരത്തിന് കൂടുതൽ തയ്യാറെടുപ്പ് നടത്തുന്നു. അതേസമയം സമ്മർദ്ദത്തിൽ നിന്നും പിന്മാറുന്ന അവസ്ഥകളിൽ മൂക്കടപ്പ് വർദ്ധിക്കും. വായുസഞ്ചാരത്തിന്റെ ആവശ്യം കൂടുമ്പോഴും മൂക്കടപ്പിൽ മാറ്റം സംഭവിക്കും. ഉദാഹരണം: വ്യായാമം, ശ്വാസം പിടിച്ചിരിക്കൽ, ബാഗ് ഉപയോഗിച്ച് വീണ്ടും ശ്വസിക്കൽ. ഈ സമയങ്ങളിൽ മൂക്കടപ്പ് കുറയും. രണ്ടും ഒരുപോലെ തുറക്കപ്പെടുകയും ചെയ്യും. പുറം ഘടകങ്ങൾ പോലുള്ള താപനില, ഈർപ്പം, അസ്വസ്ഥതകൾ ഇതെല്ലാം മൂക്കിലെ ശ്വാസപ്രവാഹത്തെ സ്വാധീനിക്കും. പുരാതന യോഗത്തിൽ ഈ ശ്വാസചക്രത്തെ നിയന്ത്രിക്കാൻ പ്രത്യേക അഭ്യാസങ്ങളുണ്ടായിരുന്നു. നാഡീശോധന പ്രാണായാമം, ജലാസൂത്രനേതി, യോഗദണ്ഡത്തിന്റെ ഉപയോഗം ഇവയ്ക്കെല്ലാം നാസാരന്ധ്രങ്ങളിൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരാനും സുഷുമ്നാനാഡി തുറക്കാനും സഹായിക്കുന്ന ശക്തിയുണ്ട്. കൈവല്യധാമ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷണങ്ങളും യോഗദണ്ഡത്തിന്റെ ഫലപ്രാപ്തി തെളിയിച്ചിട്ടുണ്ട്. യോഗദണ്ഡം ധ്യാനിക്കുന്നവരുടെ കൈക്കുവിരലിൽ നിന്ന് കക്ഷം വരെ എത്തുന്ന നീളത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് കക്ഷത്തിന് കീഴിൽ വെച്ച് ചെറിയ സമ്മർദ്ദം നൽകുമ്പോൾ ആ വശത്തെ നാസാരന്ധ്രം തടസ്സപ്പെടുകയും എതിർവശത്തെ നാസാരന്ധ്രം തുറക്കപ്പെടുകയും ചെയ്യും. അതായത് പുരാതന യോഗികൾ ധ്യാനസമയത്ത് രണ്ട് നാസാരന്ധ്രങ്ങളും ഒരുപോലെ തുറക്കാൻ ഈ രീതിയാണ് ഉപയോഗിച്ചത്. അങ്ങനെ സുഷുമ്നയിൽ പ്രാണനൊഴുകി ധ്യാനം അനായാസമായി ആഴത്തിലേക്ക് കടന്നുപോകുകയും ചെയ്യും. സാധാരണ മനുഷ്യരിൽ ഓരോ 1.5 മണിക്കൂറിലും വളരെ കുറച്ചു മിനിറ്റുകൾ മാത്രമേ തലച്ചോറിന് സമതുലിതാവസ്ഥ ലഭിക്കാറുള്ളൂ. എന്നാൽ യോഗദണ്ഡത്തിന്റെ ശരിയായ ഉപയോഗവും പ്രാണായാമം പോലെയുള്ള യോഗാഭ്യാസങ്ങളും നാസാരന്ധ്രങ്ങളിൽ തുടർച്ചയായ സന്തുലിതാവസ്ഥയുണ്ടാക്കും. ഇതാണ് യോഗികൾക്ക് മണിക്കൂറുകളോ പോലും ദിവസങ്ങളോ ധ്യാനാവബോധം നിലനിർത്താൻ കഴിയുന്ന രഹസ്യം. ഇതിനാൽ സുഹൃത്തുക്കളെ, ശ്വാസം എന്നത് വെറും ജീവൻ നിലനിർത്താനുള്ള ഉപകരണമല്ല, ആത്മീയ വളർച്ചയുടെ കവാടവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.